തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്നതാ. എന്നിട്ട് നാളെ വരണല്ലോ എന്ന് എന്നെ പറഞ്ഞ് പറ്റിച്ചു എൻ്റെ അപ്പൻ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പെരുന്നാൾ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് പെരുന്നാൾ വ്ളോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടാണേ. അപ്പം നമ്മളിനി അമ്പ് കയറാനായിട്ട് പ്രദക്ഷിണത്തിനൊക്കെ വേണ്ടി പള്ളിയിലേക്കൊക്കെ പോവും. അപ്പോൾ അവിടെ നല്ല രസമാണ്, അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ നല്ല രസമാണ്. പക്ഷേ ഈ വ്ളോഗിൽ പിറ്റത്തെ ദിവസത്തേക്കും കൂടി ഉണ്ട്, ഞായറാഴ്ചത്തേക്കും കൂടി ഉണ്ട്. ഞായറാഴ്ച എൻ്റെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ആദ്യത്തെ ഒരു വർഷം ഇങ്ങനെ പെരുന്നാളിൻ്റെ ഇടയിലായിരുന്നു മമ്മിയുടെ ബർത്ത്ഡേ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു 12 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും പെരുന്നാളിൻ്റെ ടൈമിൽ മമ്മിയുടെ ബർത്ത്ഡേ വന്നിരിക്കണേ. അപ്പം നമ്മളെന്തായാലും ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞായറാഴ്ച ശ്രുതി കുട്ടിയും ഫാമിലിയും വരുന്നുണ്ട് കേട്ടോ. അവർ മാത്രമേ വരുന്നുള്ളൂ, വേറെ ആരും വരുന്നില്ല. അപ്പോൾ അമ്പ് പോയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇവിടെ പൂത്തിരി കത്തിച്ചും കമ്പിത്തിരി കത്തിച്ചൊക്കെ ഇങ്ങനെ ആഘോഷിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഒരുവിധം പേർക്കൊക്കെ എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ ആഘോഷിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ കുറച്ച് ശതമാനം ആൾക്കാർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇതെന്താ, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, വെറുതെ പൈസ വെറുതെ കളയലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടൊരു കുഞ്ഞൊരു അഡ്വൈസ്: നമുക്ക് കണ്ണുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ. വയസ്സായി നമ്മുടെ ആരോഗ്യമൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നിനും നമുക്ക് പറ്റില്ല, ഒന്നിനും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. കാരണം എപ്പോഴും വയ്യായികളൊക്കെ ആയിരിക്കും. അപ്പോൾ ആരോഗ്യമുള്ള സമയം നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കണം, എൻജോയ് ചെയ്യണം ലൈഫ്. മരിച്ചു കഴിഞ്ഞതൊന്നുമില്ല, മരണം വരെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. മരണം വരെ നന്നായിട്ട് ആഘോഷിക്കുക, എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇടയ്ക്കൊക്കെ ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇന്നുള്ള പൈസ നമുക്ക് നാളെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾ വല്ലാണ്ട് ദൂർത്തടിക്കണം എന്നല്ല, പക്ഷേ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനത്തെ ഒരു ആഘോഷമൊക്കെ നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്താനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ കുഴിമന്തി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ദൈവത്തിന് ഒരുപാട് നന്ദി. ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. രസം ഉണ്ടായിരിക്കണം കർത്താവേ. കാരണം അപ്പച്ചന് ഇഷ്ടമായില്ലെന്ന് മുഖത്തേക്ക് പറയേണ്ട. കാരണം നന്നായിട്ട് പ്രാർത്ഥിച്ചുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ആവണം, എല്ലാവർക്കും ഇഷ്ടപ്പെടണേന്ന്. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായി. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു. എന്തായാലും നല്ല രീതിയിൽ വന്നു. 20 പേർക്കുള്ള അളവായിരുന്നു. പക്ഷേ ചേട്ടൻ വിളിച്ച 2-3 പേര് ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ പിറ്റത്തെ ദിവസത്തേക്ക് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിറ്റത്തെ ദിവസം കാലത്ത് ഞങ്ങളിത് തന്നെയാണ് കഴിച്ചത് കേട്ടോ. എനിക്ക് മന്തി വെച്ചപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ അപ്രിസിയേഷൻ എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്നായിരുന്നു കേട്ടോ. കാരണം അപ്പച്ചൻ പറഞ്ഞു, ഇത് ഹോട്ടലിൽ നിന്ന് വരുത്തിച്ചതാണോ എന്ന് ചോദിച്ചു. അതങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു. അപ്പോൾ അത്രയും ഇഷ്ടമാവാണ്ട് അപ്പച്ചൻ അത് പറയില്ലല്ലോ. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ അമ്പ് പള്ളിയിലേക്ക് കയറുന്ന സമയമായി. ആ സമയം നല്ല രസമാണ്. എല്ലാ അമ്പുകളും ഒരുമിച്ച് വന്ന് കയറുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അമ്പിൻ്റെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ആഘോഷമായിട്ടാണ് അമ്പ് കയറ്റുക. പല യൂണിറ്റുകാർ പല തരത്തിലാണ്. ചിലർ ബാൻഡ് സെറ്റ് ഉണ്ട്, ചിലർ ശിങ്കാരിമേളം ഉണ്ട്. എനിക്ക് ശിങ്കാരിമേളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാൻഡ് സെറ്റിനേക്കാളും ഇഷ്ടം എനിക്ക് ശിങ്കാരിമേള. ഇങ്ങനെ ഒന്ന് തുള്ളാനും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നും, അങ്ങനെ ഒരു വൈബ് വരും ശരിക്കും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മരത്താക്കര പള്ളി. നല്ല ഭംഗിയായിട്ട് പള്ളിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2-3 വർഷമായിട്ടിപ്പോൾ ഈ യന്ത്രൂഞ്ഞാൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ഗെയിമിങ്ങിൻ്റെ സെക്ഷനും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ പള്ളികളിലും ഉണ്ടല്ലോ ഇങ്ങനൊരു പീരങ്കി പോലത്തെ ഒരു സംഭവം, ഇങ്ങനെ കുറേ കടലാസ് കഷ്ണങ്ങളൊക്കെ വരുന്നത്. അത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മുന്നേ ഞാൻ അകലേന്ന് കണ്ടിട്ടുണ്ട്, കുറേ കടലാസ് കഷ്ണങ്ങൾ റോഡിൽ വീണ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിൽക്കലെ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തിരക്കുള്ള കാരണം പതുക്കെയാണെങ്കിൽ നമുക്കിങ്ങനെ പോകാനായിട്ട് പറ്റണുള്ളൂ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിധത്തിൽ പള്ളിയിലേക്കൊക്കെ എത്തി. അവിടെ പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറേ അമിട്ട് പൊട്ടണ കണ്ടു കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ പൊട്ടുണ്ട്, പല തരത്തിലുള്ള അമിട്ടുകളൊക്കെ പൊട്ടുണ്ട്. കുറേ നേരം മാനത്തേക്കൊക്കെ നോക്കി നിന്നു. പിന്നെ കഴുത്ത് കഴിച്ചു തുടങ്ങി. മമ്മിക്കാണെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ള കാരണം കുറേ നേരം മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പറഞ്ഞു മമ്മി മുകളിലേക്കൊന്നും നോക്കിയില്ല കേട്ടോ. അവസാനം ഒരു അടിപൊളി വെടിക്കെട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വീണ്ടും പൊട്ടാനിരിക്കണുള്ളൂ. പല സ്റ്റെപ്പായിട്ടാണ് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കണേ. അപ്പം എല്ലാം പൊട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമൊക്കെ ആയി. പിള്ളേർക്ക് പള്ളിപ്പെരുന്നാളിന് പള്ളിയിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന കാണുക എന്നുള്ള സംഭവം നല്ല കേട്ടോ. അവർക്ക് കളി സാധനം വാങ്ങണം. അവിടെ കുറേ കയറാനും കളിക്കാനും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇതേപോലത്തെ വഞ്ചികളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ആകാശം പൊട്ടണ ഇങ്ങനെ ആടണ വഞ്ചികൾ, അതിലേക്ക് കയറണം. അതൊക്കെയാണ്
ഇതൊക്കെയാണ് അവരുടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലൊക്കെ കയറ്റി. അപ്പോൾ പിള്ളേർക്കൊക്കെ സന്തോഷമായി. പിന്നെ ഈ മൈലാഞ്ചി എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാനത് ഇട്ടപ്പോൾ എൻ്റെ കയ്യിൽ ഭയങ്കരമായിട്ട് തൊലി പോയി. അതേ പിന്നെ ഈ സംഭവം എനിക്ക് പേടിയാണ്. പക്ഷേ ഞാൻ പിറ്റേ ദിവസം ശ്രുതികുട്ടിക്ക് വന്നപ്പോൾ ഇട്ട് കൊടുത്തു. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരു സൈഡിൽ പള്ളിയിൽ ബാൻഡ് സെറ്റുകാർ സിനിമാ പാട്ടുകൾ നല്ല എന്താ പറയുക, നല്ല രസമായിട്ട് ഇങ്ങനെ വായിക്കണുണ്ടായിരുന്നു കേട്ടോ. അത് പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും മിക്സ് ചെയ്തിട്ടാണ് അവർ വായിക്കണുണ്ടായിരുന്നത്. ചേട്ടൻ്റെ എല്ലാ ആൻറ്റിമാരും മക്കളും ഈ പെരുന്നാളിന് പള്ളിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ അമ്പ് കാണാനൊക്കെ ആയിട്ടും ലൈറ്റ് കാണാനൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാ വർഷവും ഇവരെ കാണാറുണ്ട്. അങ്ങനെ ഈ വർഷം അവരെ കണ്ടു. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അവരൊക്കെ ആയിട്ട് കണ്ട് വർത്താനമൊക്കെ പറഞ്ഞു. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താനായിട്ട് തോന്നില്ല. കുറേ ചിരിച്ച് വർത്താനം പറയും കേട്ടോ. എനിക്കാണെങ്കിൽ കുറേ കമ്പനി അടിച്ച് വർത്താനം പറയുന്നതിനേക്കാളും വലിയ സന്തോഷം ഇല്ല. ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ വർത്താനം പറയാൻ. ചേട്ടൻ നേരെ ഓപ്പോസിറ്റാട്ടാ, ഇത്തിരി സൈലൻറ്റാണ്. അതങ്ങനെയാണല്ലോ. ഒരു ഹസ്ബൻഡ് നന്നായി വർത്തമാനം പറയുന്നതാണെങ്കിൽ ഭാര്യ വർത്തമാനം പറയാത്തതായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാൽ ഞാൻ നന്നായി വർത്തമാനം പറയും, ചേട്ടൻ ഇത്തിരി കുറവാണ് വർത്തമാനം. രണ്ടുപേരും വർത്തമാനം പറയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പ്രകൃതക്കാരാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ പെരുന്നാൾക്ക് ഒരുപാട് പോലീസുകാർ വരും. നമ്മുടെ പള്ളിയിലൊക്കെ പണ്ട് നല്ല അടി ഉണ്ടാവും. ഇപ്പോൾ പെരുന്നാളിന് ഓരോ ആൾക്കാർ ഇങ്ങനെയൊക്കെ മദ്യം കഴിച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ അവർ പ്രകോപിതരാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ തൊട്ടു ഇവർ തൊട്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിസ്സാര കാര്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കഴിഞ്ഞ പെരുന്നാളിന് അടി കിട്ടിയവർ ഈ പെരുന്നാളിന് അടി കൊടുക്കാനായിട്ട് വരുന്നവരുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, പെരുന്നാളിന് അടി ഉണ്ടായി കുത്ത് കിട്ടിയെന്നൊക്കെ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യം ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഇപ്രാവശ്യം ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ആദൂട്ടിന് ഈ കാറ് കണ്ടപ്പോൾ ഇതിൽ കയറണമെന്ന് പറഞ്ഞു. ആദൂട്ടിനെയും മരിയക്കുട്ടീനെയും ഈ കാറിലൊക്കെ കയറ്റി. പിള്ളേരെ വേറെ എല്ലാ കളിക്കുന്ന സാധനത്തിൽ കയറ്റിയിട്ടാണ്. മറ്റേ ബോട്ടിലും പിന്നെ ഒരു വ്യാളി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഡ്രാഗണെ. അപ്പോൾ ആ ഡ്രാഗൻ്റെ ഉള്ളിലൊക്കെ കയറ്റി അവരൊക്കെ ഹാപ്പിയായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് പിറ്റേ ദിവസമാണ്, ഞായറാഴ്ചയാണെന്ന്. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി. ഇന്ന് 4 കുർബാനുണ്ട് പള്ളിയിൽ. പെരുന്നാളായതുകൊണ്ട് കാലത്ത് 6:15, 8 മണിക്ക്, 10 മണിക്ക്, 4 മണി ആ ഒരു ടൈമിൽ വേറൊരു കുർബാനയുണ്ട്. രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയി. അല്ലെങ്കിൽ ഭയങ്കര വെയിലാവും. ഇപ്പോഴേ തന്നെ വെയിലാവാൻ തുടങ്ങിയിട്ട് വെയിൽ അധികം മൂക്കടേക്കാൾ മുന്നേ ഞങ്ങൾ പോയി വന്നു കേട്ടോ. 10 മണിക്കത്തെ കുർബാനയ്ക്ക് ഭയങ്കര പ്രസംഗമാണ്. പിന്നെ കുറേ നേരം ഇരിക്കും വേണം. പിന്നെ സീറ്റ് കിട്ടൂല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി വന്നു. ഇനി കാലത്തെ കുറച്ച് പരിപാടികൾ നോക്കണം. പിന്നെ വേറൊരു കാര്യം, ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേയാണ് കേട്ടോ. അപ്പം ചെറിയൊരു കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തു. പിന്നെ കേക്ക് മുറിക്കുന്ന സമയത്തും ഞാൻ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കാണാം കേട്ടോ. മമ്മിക്ക് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പോഴേക്ക് അപ്പച്ചൻ വിളിച്ചു. ഇവിടെ ഒരു പ്രത്യേക തരം ഫിഷ് ഉണ്ട് ഫെൻസി. നാളെ എൻ്റെ അപ്പച്ചൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ട് തിങ്കളാഴ്ച. അപ്പോൾ അതിന് മുറിക്കാനായിട്ടുള്ളത് മുറിക്കണം, നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ്റെ കമ്പനിയിലേക്ക് വന്നതാണ് കേട്ടോ ഞാൻ. ഇതാണ് എൻ്റെ അപ്പച്ചൻ്റെ കാറ്ററിങ്ങിൻ്റെ കമ്പനി കേട്ടോ. ഒരുപാട് സാധനങ്ങളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് കുറേ ട്രേകളും പിന്നെ ഒരുപാട് ഇങ്ങനെ സെറ്റിങ്സിനൊക്കെ ഹോളിൽ സെറ്റിങ്സിന് വേണ്ട സാധനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മിനറൽ വാട്ടറിൻ്റെ ഒരു പ്ലാന്റേഷൻ ഉണ്ട്. പിന്നെ വേസ്റ്റ് കത്തിക്കുന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെയാണ് അപ്പച്ചൻ്റെ ഈ ഹാള്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാതും പിക്കപ്പ് ചെയ്യണതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് അതേ അപ്പച്ചൻ്റെ തന്നെ കണ്ട വശങ്ങൾ നോക്കി ചിരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഓരോ തരം തിരിച്ചിങ്ങനെ വെച്ചിരിക്കുക ഓരോ ആൾക്കാർക്കുള്ള ഫുഡ്. ഞങ്ങൾക്ക് ഞായറാഴ്ചത്തേക്ക് 15 പേർക്കുള്ള കോഴി, പോർക്കും, മീനും പോത്തൊക്കെ അപ്പച്ചൻ്റെ ഇവിടെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ അപ്പച്ചൻ്റെ അവിടെ തന്നെയാണ് ശനിയാഴ്ച ഏൽപ്പിക്കാറ്. ശനിയാഴ്ച ഇപ്രാവശ്യം ഞാൻ വെച്ചു എന്ന് മാത്രം. കണ്ടോ, ഈ 15 പേരുടെ പങ്കാണ് കേട്ടോ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത്. ഇതാണ് കേട്ടോ അപ്പച്ചൻ്റെ കിച്ചൺ. ഇതൊക്കെ കാണുമ്പോൾ കല്യാണരാമനാണ് സിനിമയാണ് ഓർമ്മ വരട്ടെ. അപ്പോൾ പോർക്കൊക്കെ അടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുഞ്ഞു ഓർഡറുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോർക്കിൻ്റെ, പോത്തിൻ്റെ. അപ്പോൾ അപ്പച്ചൻ പറയും കുഞ്ഞു ഓർഡറുകൾ വരുമ്പോഴാണ് ഭയങ്കര ദേഷ്യം വരാമെന്ന്. കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാൻ ഭയങ്കര പാടല്ലേ, അത് കാരണം. അപ്പോൾ അപ്പച്ചൻ്റെ കമ്പനിയിലെ സൈഡിൽ ഇങ്ങനെ ഒരു നാരങ്ങയുടെ ഒരു മരം ഉണ്ട് കേട്ടോ. ഒരുപാട് നാരങ്ങ ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ കമ്പനിയിലത്തെ ഓർഡറുകൾക്ക് അച്ചാറിട്ട് കൊടുക്കുന്നത് ഈ നാരങ്ങ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അത്ര അധികം ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയണത് അപ്പച്ചൻ.
നാരങ്ങ മാത്രമല്ല, മുളക്, പുതിന അതൊക്കെ അപ്പച്ചൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നൊയമ്പിൻ്റെ സമയമാകുമ്പോൾ പണി കുറയുമല്ലോ. അപ്പോൾ അപ്പച്ചനും പണിക്കാരൊക്കെ കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞേ രീതിയിലൊക്കെ കൃഷി ചെയ്യും. അപ്പം ഒരുമാതിരിപ്പെട്ട മുളകൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം മുളക് ഇത്തിരി കുറവാണ്, ഉണ്ടായി നിൽക്കുന്നത് കുറവാണ്. പുതിനൊക്കെ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അത് പുല്ലാന്നാണ്, പിന്നെ നോക്കിയപ്പോഴാണ് അത് പുതിന ഉണ്ടായി നിൽക്കണേന്ന് മനസ്സിലായത്. ഞങ്ങൾക്ക് അപ്പച്ചൻ പോത്ത് വരട്ടി തരാമെന്ന് പറഞ്ഞിട്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ അപ്പച്ചൻ ഇങ്ങനെ മസാലയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോർക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്ത് തന്നു കേട്ടോ. എൻ്റെ അപ്പച്ചൻ്റെ കമ്പനിയിലോട്ട് ഞാൻ വന്നിരിക്കണം, കാറ്ററിങ്ങിൻ്റെ. ഇവിടെ ഏതോ നാളപ്പച്ചൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ട്. അപ്പം ഏതൊരു ബാസ ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് ഉണ്ട്, തവ ഫിഷൊക്കെ ഉണ്ട്, തവ ഫിഷ് ഫ്രൈ. അത് വെട്ടണ കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്നതാ. എന്നിട്ട് നാളെ വെട്ടണല്ലോ എന്ന് എന്നെ പറഞ്ഞ് പറ്റിച്ചു എൻ്റെ അപ്പൻ. അങ്ങനെ വിദഗ്ധമായി പറ്റിക്കപ്പെട്ട് ഞാൻ മമ്മിക്ക് കേക്ക് വാങ്ങാനായിട്ടൊരു ബേക്കറിൽ കയറി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കൈരളി ബേക്കറിയിലാണ് കയറിയത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കേക്കുകൾക്ക്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ വാങ്ങി ആൻ്റപ്പൻ്റെ കയ്യിലാണ് കൊടുത്തേക്കണം, പറ്റിയ ആളുടെ കയ്യിൽ. ഭാഗ്യം വീട്ടിലെത്തിയപ്പോഴേക്കും കേക്കിന് വേറെ കേടുപാടുകളൊന്നുമില്ല. ഭാഗ്യം കേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആദൂട്ടിന് അതിൻ്റെ ഉള്ളിലത്തെ ഓരോ സാധനങ്ങൾ ചിക്കി മാന്താണ്ട് ഒരു തൊയ്കിലുണ്ടാവില്ലേ. അതിൻ്റെ ഉള്ളിലത്തെ വടി തിന്നും, അതിൻ്റെ ഉള്ളിലത്തെ ചോക്ലേറ്റിൻ്റെ ആ ഒരു സ്ട്രിപ്പ് പോലത്തെ സാധനം തിന്നും. പക്ഷേ ഒരു വിധത്തിലാണ് പിടിച്ചു നിർത്തിയത് കേട്ടോ. അപ്പം മമ്മി കേക്ക് മുറിക്കുന്ന ആളായതുകൊണ്ട് ഇത്തിരി മേക്കപ്പൊക്കെ ചെയ്യാൻ കേട്ടോ മമ്മി. 4 ആൾ കാണണതല്ലേ, ചുരിദാറൊക്കെ ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ മമ്മി ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് കേട്ടോ. മമ്മിയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാം. മമ്മി അപ്പോൾ മമ്മീൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്കൊക്കെ വാങ്ങി മമ്മീൻ്റെ കൊണ്ടൊക്കെ മുറിപ്പിച്ചപ്പോൾ മമ്മിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ മമ്മി വന്നിട്ട് പറഞ്ഞു താങ്ക് യു ഇട്ടടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ താങ്ക് യു ഒക്കെ പറഞ്ഞത്, അതൊക്കെ നമ്മുടെ കടമയല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇത്രയ്ക്കുള്ളന്നേ. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണേക്കാളും ചിലപ്പോൾ അവർ കൂടുതൽ സന്തോഷമായിട്ടിരിക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ബർത്ത്ഡേക്കൊക്കെ ഒന്ന് ഒരു കേക്ക് മുറിക്കുക, വിഷ് ചെയ്യുക, ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുക, അവർ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ വിളിച്ച് സുഖമല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുക, ഹാപ്പി അല്ലേ മമ്മി, മമ്മിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരെത്ര ഹാപ്പി ആയിട്ടിരിക്കും എന്നറിയും. അപ്പം നമ്മുടെ സ്വന്തം അപ്പനമ്മോടായാലും അത് അമ്മായിപ്പനോടായാലും നമ്മളങ്ങനെ ഒരു ഇത് വെച്ച് പുലർത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും, ഭയങ്കര സ്മൂത്തായിട്ട് നമ്മുടെ ലൈഫ് പോകും. അവരെ ഹാപ്പി ആയിക്കാൻ നമുക്ക് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് കുറേ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ ഭയങ്കര സന്തോഷപ്രദമായി കഴിഞ്ഞു. പിന്നെ കേക്ക് മുറിക്കൽ കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് കേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചടങ്ങ് കേട്ടോ. പിള്ളേർക്ക് ഭക്ഷണം വേണ്ട, ഐസ്ക്രീമും കേക്കായി അവരെന്തോരം വേണമെങ്കിൽ തിന്നോളും. അതിലൊന്നും അവർക്ക് ഒരു മടിയും ഇല്ല, വിശപ്പ് കുറവില്ല, ഒന്നുമില്ല. നല്ല കേക്കായിരുന്നു കേട്ടോ, മറ്റേ റെഡ് വെൽവെറ്റ് എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ അനീതി കൊച്ച് വന്നു കേട്ടോ. ശ്രുതി കൊച്ച് വന്ന വഴിക്ക് ഞാൻ കേക്കൊക്കെ കൊടുത്തു, വർത്താനമൊക്കെ പറഞ്ഞു. ശ്രുതിയും അച്ഛനും അമ്മയും കൂടി എല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നത് കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് ശ്രുതിയും വരാറുണ്ട്, കൂട്ടുകാരൊക്കെ വരാറുണ്ട്. പക്ഷേ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ഇതായിരിക്കണം നീല ഷർട്ടാണ് അച്ഛൻ. അവരൊക്കെ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു, ഹാപ്പിയായി. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ബൈ.